ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു റൂട്ട് റൈഡർ അറ്റാക്കാണ് ചെയ്യാൻ പോണേ. ഒരു നോർമൽ അറ്റാക്കും ഒരു റാങ്ക്ഡ് അറ്റാക്കും. ഞാനിപ്പോൾ നമ്മുടെ ക്വീന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ആംഗ്രി ജെല്ലി ഇട്ടൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഈവൻറ്റ് കളിച്ചപ്പോൾ ഒന്ന് ഇതിട്ടൊന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ തന്നെ ആംഗ്രി ജെല്ലി എത്രത്തോളം വെർത്താണ് നമുക്കൊന്ന് കണ്ടറിയാം. ഓക്കെ ഗൈസ്, നേരെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ഏത് ടൗൺ 17 കിട്ടും അതിനെ കയറി അടിക്കാൻ പറഞ്ഞ് തീരുന്ന മുമ്പ് ഒരു ടൗൺ 17 കിട്ടി ഗൈസ്. സോ നമ്മൾ ഇത് ഏത് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമ്മുടെ ടൗൺ ഹാൾസ്. ടൗൺ ഹാൾ പണിയിലാണ് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമുക്കപ്പോൾ ഈ നടുക്കിറക്കാം ഗൈസ്. ഓക്കെ, ഇൻവിസിബിൾ സ്പെല്ലിട്ടു. റോയൽ ചാമ്പ്യൻ ഇറക്കി, അതത്ര ഇപ്പോൾ ഇൻവി ആവും. ഓക്കെ ഗുഡ്. റോയൽ ചാമ്പ്യന് ഓക്കെ ഓക്കെ റോയൽ ചാമ്പ്യൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെയാണ് ഗൈസ് അറ്റാക്ക് ചെയ്യുന്നത്. ബോർഡർ ലൈൻ ഹെൽത്തിലാണ് നിൽക്കുന്നത്. എപ്പോൾ വേണോ എൻ്റെ റോയൽ ചാമ്പ്യൻ ചത്ത് പോവാം. സോ അത്യാവശ്യം റോയൽ ചാമ്പ്യൻ നല്ലപോലെ അറ്റാക്ക് ഡീല് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻഫർണോയിനെ റോയൽ ചാമ്പ്യൻ അറ്റാക്ക് തുടങ്ങി. ഗുഡ്. ഓക്കെ, റോഷറ്റ് ക്യാനൻ. ഓക്കെ, ഇനി റോയൽ ചാമ്പ്യൻ എങ്ങോട്ട് പോകും എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്. വീണ്ടും ഒരു ഇൻവി ഇട്ടു. ഓക്കെ, അത്യാവശ്യം നല്ല ബിൽഡിങ്സിനൊക്കെയാണ് റോയൽ ചാമ്പ്യൻ പൊട്ടിക്കുന്നത്. സോ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ലാസ്റ്റ് ബിൽഡിംഗ്. അപ്പോൾ റോയൽ ചാമ്പ്യൻ്റെ ടൈം അത്രേ ഉള്ളൂ. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകണം. നേരെ നമുക്ക് ഓക്കെ ഗൈസ്, നമ്മൾ ഒരു റിസ്ക് എടുത്താണ് കളിക്കാൻ പോകണം എന്തായാലും. ഓക്കെ, ഒരു വോൾ കയറി ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ക്ലാൻസ് കാസ്റ്റൽ, CC, റൈഡേഴ്സ്, കിങ്, വാർഡൻ, ഹീലേഴ്സ്, നമ്മുടെ പയ്യൻ ദ്രൂ, ടൈറ്റൻ, റെസ്റ്റ് ഓഫ് ദ വോൾ കയറി. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു വോൾ കയറി ഇറക്കിയിട്ടാണ് ബാക്കി 2 വോൾ കയറി ഇറക്കിയിട്ടുള്ളൂ. 2 വോൾ കയറി ഇപ്പോഴത്തെ ക്ലീനിന് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് ഞാൻ ക്യൂവിൻ ഇറക്കാൻ പോകണേ. നമുക്ക് ക്യൂവിൻ്റെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം. നമുക്ക് ക്യൂവിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അത്യാവശ്യം ഗ്രൂപ്പ് ട്രൂപ്സിലൊക്കെ നമ്മുടെ ആംഗ്രി ജെല്ലി ഇട്ടാൽ അത്യാവശ്യം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും നമ്മുടെ റോയൽ ചാമ്പ്യനെ ഇറക്കി വിട്ടിട്ടുണ്ട്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തു. ആ ഏരിയ കംപ്ലീറ്റ് ഓപ്പൺ ആക്കി. വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു ഇൻവി വന്നതുകൊണ്ട് കുറച്ച് ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, കുഴപ്പമില്ല. യെസ് ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെയാണ് അറ്റാക്ക് പോകുന്നത്. നമുക്ക് ക്യൂവിനോടെ ക്യൂവിനെ കൂട്ടത്ത് ഗൈസ് ഒരുപാട് പാക്ക് ഓഫ് ട്രൂപ്സ് വരുമ്പോൾ നമ്മുടെ ക്യൂവിനെ ആംഗ്രി ജെല്ലി ഇടുമ്പോൾ അത്യാവശ്യം നല്ല പോലെ ഒരു എഫക്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു പെർഫെക്റ്റ് അറ്റാക്കാണ് ഗൈസ്. ഓക്കെ ഗുഡ്. നമ്മുടെ ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നും നോക്കാനൊന്നുമില്ല. അത്യാവശ്യം കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഒരുപാട് ട്രൂപ്സ് ഇരിക്കുമ്പോൾ നമുക്ക് ക്വീന് ഒരു ആംഗ്രി ജെല്ലിട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരു അറ്റാക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എന്തായാലും നേരെ തന്നെ ഒരു റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ ട്രൂപ്സ് എടുത്ത് നേരെ ഒരു റാങ്ക്ഡ് മാച്ച് കളിച്ച് നോക്കാം. അപ്പോഴേ നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രൂപ്സൊക്കെ സെറ്റാണ്. നമ്മൾ ഇനി നേരെ തന്നെ നമുക്ക് അറ്റാക്ക് തുടങ്ങാം. എത്രത്തോളം വർക്കാവുമെന്ന് അറിഞ്ഞൂടെ. നമ്മൾ നേരെ തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുമോ എന്ന്. ഓക്കെ, ടൗൺ ഹാൾ കിട്ടി. സോ ഇത് അത്യാവശ്യം കുറച്ച് ബാഡ് ബേസ് ആണ്. നമ്മളെന്തായാലും തന്നെ ക്വീൻ നമ്മുടെ ടൗൺ ഹാളിന് സെക്യൂർ ആക്കാൻ തന്നെ ഞാൻ എൻ്റെ റോയൽ ചാമ്പ്യനെ ആ ടോപ്പിലാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. സോ കുഴപ്പമില്ല. നമ്മുടെ മൾട്ടി ആർച്ചർ ടവറിനെ പൊട്ടിക്കുന്നു. ഓക്കെ ഗുഡ്. ഇൻവിസിബിൾ സ്പെൽ ഇട്ടു. ഓക്കെ, റോയൽ ചാമ്പ്യനെ എങ്ങോട്ട് കയറുന്നു. ഓക്കെ, റോയൽ ചാമ്പ്യൻ പെർഫെക്റ്റ് ആയിട്ട് വേറെ സ്ഥലത്ത് കയറും എന്നാണ് തോന്നുന്നത്. ഒരു ഇൻവി അവിടെ ഇട്ടു. ഓക്കെ, റോയൽ ചാമ്പ്യനെ ഞാൻ നേരെ എൻ്റെ ടൗൺ ഹാൾ സൈഡിലോട്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഓക്കെ പെർഫെക്റ്റ്. റോയൽ ചാമ്പ്യൻ ഇപ്പോൾ ടൗൺ ഹാൾ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോ നല്ലൊരു പോസിറ്റീവ് സ്റ്റൈലിൽ തന്നെയാണ് വീണ്ടും അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ ഹാളിൽ എങ്ങനെയെങ്കിലും പൊട്ടിക്കുക, അതാണ് നമ്മുടെ മെയിൻ എയിം. ഓക്കെ, അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ടൗൺ ഹാൾ റോയൽ ചാമ്പ്യൻ പൊട്ടിച്ചിട്ടുണ്ട്. സോ റോയൽ ചാമ്പ്യൻ വീണ്ടും നമ്മുടെ റോഷറ്റ് ക്യാനിൻ്റെ അടുത്ത് പോയി റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആ ഏരിയ ഒന്ന് പെട്ടെന്നൊന്ന് പൊട്ടിച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് എബിലിറ്റി കൊടുത്തത്. വീണ്ടും റോയൽ ചാമ്പ്യൻ്റെ അവിടെ ഒരു ഇൻവി ഇട്ടു. ഓക്കെ, ആ ഏരിയ ഫുൾ റോയൽ ചാമ്പ്യൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റാക്കി. ടോപ്പിൻ്റെ ഇവിടെ ഒരു വോൾ കയറി, അവിടെ ഒരു വോൾ കയറി, ഇവിടെ 2 വോൾ കയറി ഇറക്കിയിട്ടുണ്ട്. സോ ബേസിക്കലി അവിടെ പയ്യന്മാരൊക്കെ ക്ലീൻ ആക്കുമായിരിക്കും. നമ്മൾ നേരെ തന്നെ ക്ലാൻ കാസ്റ്റിൽ CC ഇറക്കുന്നു, റൈഡേഴ്സ് ചുറ്റും ഇറക്കുന്നു, കിങ് ഇറക്കി, വാർഡൻ ഇറക്കി, ഹീലേഴ്സ് ഇറക്കി, ധ്രുവ് ഇറക്കി, മറ്റേതിറക്കി, ടൈറ്റൻ ഇറക്കി. നമ്മൾ വോൾ കെയർ ഇട്ട് ഈ 2 സൈഡ് മാത്രം ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് ബാക്കി വോൾ കെയറീസ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ പെർഫെക്റ്റ് ആണ്. ക്വീനെ ഞാൻ ഇറക്കി. ഓക്കെ ഗുഡ്. അത്യാവശ്യം അറ്റാക്കിന് ഒരു പ്രശ്നമില്ലാതെ തന്നെയാണ് പോകുന്നത്. ഇത് നേരെ ഒരു ബോംബ് സ്ഥലത്താണ് പോകുന്നത്. ഷിറ്റ്. ഇവിടെ എബിലിറ്റി കൊടുക്കണമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഞാൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്, വെറുതെ റിസ്ക് എടുക്കണ്ട. സോ ഇനി എയർലി ഇതായി പോയോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. നമ്മുടെ റോയൽ ചാമ്പ്യനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. റോയൽ ചാമ്പ്യനെ ഇറക്കി. അയ്യോ, അവിടെ ക്വീൻ ഉണ്ടായിരുന്നു, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ ഫുള്ളും ഓപ്പൺ ആക്കി. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു, ആ ഏരിയ അതും ഓപ്പൺ ആക്കി. ഓക്കെ ഗുഡ്. ആസ് ഓഫ് നൗ കുഴപ്പമില്ല. 2 ആർച്ചർ അവിടെ ഇറക്കിയിട്ടുണ്ട് ക്ലീനപ്പിന് വേണ്ടി. ഗൈസ് അറ്റാക്ക് അത്യാവശ്യം ഒരു നല്ലൊരു പോസിറ്റീവ് രീതി തന്നെയാണ് പോകുന്നത്. കുഴപ്പമില്ല. കിങ്ങൊക്കെ സ്റ്റിൽ ഓൺ ലീവാണ്. ഓക്കെ പെർഫെക്റ്റ്ലി ഗോയിങ്. അവിടെ ഭയങ്കര കൂട്ടടിയൊക്കെ കാണുന്നു. ഇവിടെ എന്താ നടക്കണമെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ക്വീന് ഇപ്പോൾ പോയിസം വന്നത് മാത്രം മനസ്സിലായി. ഓക്കെ, ക്വീന് ഡെഡ് ആയി. യെസ്, ഓക്കെ, ക്വീനെ ഡെഡായി. ഓക്കെ, ഇതൊരു 3 സ്റ്റാർ ഒന്നുമല്ല ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. കിങ്ങാണ് അവിടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല ഗൈസ്, ഇതൊരു 3 സ്റ്റാർ അല്ല നമുക്ക് കിട്ടണേ. അപ്പോൾ നമ്മുടെ അറ്റാക്കിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ കുഴപ്പമില്ല.
എന്നാലും ഇതൊരു 83% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബാറ്റ് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒരു അറ്റാക്കിൽ 83 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് അത്യാവശ്യം കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ സ്ട്രാറ്റജി ഒന്നും ചിന്തിക്കാൻ കിട്ടിയില്ല. നേരെ വീഡിയോ എടുത്ത് ഒന്ന് ഇടാൻ പോവുക. ഇനി അടുത്ത വീഡിയോയിൽ നല്ല ഡിഫറെൻറ്റ് മെത്തേഡ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക, ഞാൻ അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ടാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു വെറൈറ്റി എന്തെങ്കിലും ഒരു സാധനം വയ്ക്കാം. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ബൈ ഗൈസ്.